എല്ലാവർക്കും നമസ്കാരം. ഈ സാക്ഷര കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ നാടിനെ സംസ്കാരശൂന്യമാക്കി മാറ്റിയ അത് ആരാണ്? നമ്മൾ ഈ അടുത്ത കാലത്തെ ഏതാനും നാളുകളിലെ ചർച്ച മാത്രം നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. നമ്മളെപ്പോഴും സാക്ഷര കേരളം എന്ന് അഭിമാനിക്കുകയും നവോത്ഥാന കേരളം എന്ന് ആവേശം കൊള്ളുകയും ചെയ്യുന്ന ഈ കേരളത്തിൽ നമ്മുടെ മുഖ്യ ചർച്ചാ വിഷയം എന്തൊക്കെയാണ്? ഒന്ന്, ഇപ്പോൾ അടുത്ത നാളിലാണല്ലോ വന്നത്, 56 പേരോ മറ്റോ ചേർന്നിട്ട് ഒരു ചെറിയ പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകിയിട്ടും ലഹരി നൽകിയിട്ടും ഒക്കെ കൂട്ടബലാത്സംഗവും നാളുകളോളം കൊണ്ടു നടന്ന് പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്തു എന്നുള്ള വാർത്ത വന്നു. ഒന്നോ രണ്ടോ യാദൃശ്ചികമായി പറ്റിയ ഒരാളുടെ കേസല്ലല്ലോ. 56 പേരെന്ന് പറയുമ്പം ഇത്രയും നാള് കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പം അത് കേരളത്തിന്റെ വളർന്നു വരുന്ന തലമുറയുടെ ഒരു ജീവിത അവസ്ഥയല്ലേ കാണിക്കുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്തോ. കേരളം വേണ്ട പോലെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ, കേരളത്തിലെ ചാനലുകൾ, കേരളത്തിലെ മനഃശാസ്ത്ര വിദഗ്ധന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സാമൂഹിക പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് ചർച്ച ചെയ്ത് കേരളത്തിന്റെ വളർന്നു വരുന്ന തലമുറയുടെ മനഃശാസ്ത്രം എന്തേ ഇങ്ങനെ ആയി പോയത് എന്ന് ചർച്ച ചെയ്യുകയും പരിഹാരം കാണുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? നമ്മളത് ചർച്ച ചെയ്തോ? പോട്ടെ, കഴിഞ്ഞ ദിവസമല്ലേ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് വെച്ച് ഒരു 16 വയസ്സുകാരൻ ഒരു മുതിർന്ന ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നു. ഈ 16-കാരന്റെ കയ്യിൽ കത്തി എവിടുന്നാണ്? അവൻ കത്തിയായിട്ട് കത്തി എളിയിൽ തിരികെ നടക്കാൻ മാത്രം അവനെ അങ്ങനെ ചിന്തിപ്പിച്ചതാരാണ്? അവൻ ഏതോ 2 മറ്റു കുട്ടികളുമായിട്ട് ഇരുട്ടിന്റെ മറയിലേക്ക് പെൺകുട്ടികളെ കൂട്ടി പോകുന്നത് കണ്ടപ്പോൾ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുകയോ മറ്റോ ചെയ്തതാണല്ലോ. അതിന്റെ വിശദാംശങ്ങളെല്ലാം എല്ലാവരും പത്രങ്ങളിൽ വായിച്ചതാണ്. കാരണം എന്തും ആവട്ടെ, ഒരു 16-കാരൻ ഒരു 30-35 വയസ്സുള്ള 40 വയസ്സുള്ള ഒരാളിന്റെ നേരെ 2ാം വാക്കിന് കത്തിയെടുത്ത് കുത്താനും കൊല്ലാനും അറപ്പില്ലാതെയായി പോയത് എന്തുകൊണ്ടാണെന്നാണ് ചർച്ച ചെയ്യേണ്ടത്. ആ ഒരു പയ്യന്റെ കാര്യം മാത്രമല്ല, തൊട്ട് ഇന്നലെ മറ്റോ അല്ലേ ഒരു 14 വയസ്സുള്ള ഒരാൾ മറ്റോ കുട്ടികളുടെ കേന്ദ്രത്തിൽ 14 വയസ്സോ മറ്റോ ഉള്ള ഒരു കുട്ടി വേറൊരു കുട്ടിയായിട്ട് പിണങ്ങിയിട്ട് ചുറ്റികയ്ക്ക് തലക്കടിച്ചു കൊന്നു. അതൊന്നും നമ്മുടെ ഒരു ചർച്ചാ വിഷയം, അത് നമ്മൾ ചർച്ച ചെയ്തു ഒന്നുമില്ല. തേക്കിൻകാട് മൈതാനത്തെ കൊലപാതകം നമുക്ക് ചർച്ച ചെയ്യണമെന്ന് തോന്നിയില്ല. വേണ്ട, അനേകം ചെറുപ്പക്കാർ ചേർന്നിട്ട് കുറച്ചുനാൾ മുമ്പാണല്ലോ വാർത്തയൊക്കെ വലുതായിട്ട് വന്നായിരുന്നു. പക്ഷെ നമ്മൾ കേരളം ഒരു വലിയ ഇഷ്യൂവിന്റെ മുകളിലാണ് എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണല്ലോ. വയനാട്ടിലെ ആ ഹോസ്റ്റലിൽ വെച്ച് ഒരു പയ്യനെ, ഒരു ചെറുപ്പക്കാരനെ, അതും കൂട്ടുകാരനെ, കൂടെ പഠിക്കുന്ന ആളിനെ, സഹപാഠിയെ കൂട്ടം ചേർന്ന് അനേകം ആൾക്കാർ, ചെറുപ്പക്കാർ കൂട്ടം ചേർന്ന് ദിവസങ്ങളോളം ക്രൂരമായി പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്ന് രസിക്കണമെങ്കിൽ അത് വഴി പിഴച്ചു പോയതോ യാദൃശ്ചികമായി സംഭവിച്ചു പോയ 1-2 കുട്ടികളുടെ കൈപ്പിഴയല്ലല്ലോ. ഒരു പറ്റം കുട്ടികളല്ല, ചെറുപ്പക്കാർ മുഴുവൻ അങ്ങനെ ചെയ്യണമെങ്കിൽ, അത് അവർക്ക് മനസാക്ഷിക്കുത്തില്ലാതെ ചെയ്യാൻ കഴിയണമെങ്കിൽ അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസം എന്താണ്? അവർക്ക് കിട്ടിയ സാമൂഹിക ബോധം എന്താണ്? അവർക്ക് നൽകിയ സംസ്കാരം എന്താണ്? വിദ്യാഭ്യാസത്തിലൂടെ അവരെ എന്താണ് പഠിപ്പിച്ചത്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിരുന്നില്ല. ചർച്ച ചെയ്തതാണോ? അതൊക്കെ ഇന്നലെയാണല്ലോ എറണാകുളത്തോ പറവൂരിലോ മറ്റാണെന്ന് തോന്നുന്നു, ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിൽ 3 ആൾക്കാരെ അടിച്ചും വെട്ടിയും ഒക്കെ കൊന്നിരിക്കുന്നു. വളരെ ക്രൂരമായി, അത് ഒരു ബീഭത്സമായ തരത്തിൽ കൊന്നിരിക്കുന്നു എന്നാണ് വാർത്ത. നമുക്ക് ചർച്ച ചെയ്യാൻ തോന്നിയോ? ഇല്ല. വയനാട്ടിലെ ഈ കൂട്ടം ചേർന്ന് ഒരു സഹപാഠിയെ കുരുതി ചെയ്തത് നമുക്കൊരു വലിയ സാമൂഹിക പ്രശ്നമായിട്ട് തോന്നിയോ? ഇല്ലല്ലോ. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങള്, പെൺകുട്ടികള് വിഷം കൊടുത്തു, ഇന്നിപ്പോ അതിന്റെ ഒരു ശിക്ഷയാണല്ലോ. സ്വന്തം കൂടെ പഠിക്കുന്ന ആളിനെ, സ്നേഹിച്ച ആളിനെ വിഷം കൊടുത്ത് കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത, ഇങ്ങനെ തൊട്ടതിനും പിടിച്ച് കൊട്ടേഷൻ കൊടുക്കുന്നു. കൂടെ പഠിച്ച ആളിനെ കൊല്ലാനോ ആക്രമിക്കാനോ കൊട്ടേഷൻ കൊടുക്കുന്നു. കൂടെ പഠിച്ച ആളിനെ, ഒന്നിച്ച് ജീവിക്കുന്ന ആളിനെ, ഇപ്പൊ അങ്ങനെയാണല്ലോ, ലിവിങ് ടുഗദർ, അങ്ങനെ ജീവിക്കുന്ന ആളിനെ ഒരു സുപ്രഭാതത്തിൽ തള്ളിയിട്ട് കൊല്ലുന്നു. ഇങ്ങനെ ഒരറപ്പുമില്ലാതെ വെട്ടാനും കുത്താനും കൊല്ലാനും ഒക്കെ, അതുപോലെ തന്നെ ലഹരിക്ക് അടിമയായി സ്കൂൾ കുട്ടികൾ അടക്കം, അത് ആൺകുട്ടികളും പെൺകുട്ടികൾ അടക്കം ലഹരിക്ക് അടിമയാവുകയും പെൺകുട്ടികൾ അടക്കം കുറ്റവാളികളാവുകയും ഈ തരം അരാജകവാദത്തിലേക്ക് പോകുന്നത് മുഴുവൻ കണ്ടിട്ടും കേരളത്തിന്റെ മനസാക്ഷി എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യാത്തത്? നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്താണ്? കേരളം ചർച്ച ചെയ്യുന്ന വലിയൊരു സംഭവം പോലെ ചർച്ച ചെയ്യുന്നത് എന്താ? ഗോവൻ സ്വാമി സമാധിയായതാണോ അല്ലയോ?
നമ്മുടെ മുഖ്യ ചർച്ചാ വിഷയമാണ്. കേരളത്തിലെ സാമൂഹിക പ്രശ്നമാണ്, മുഴുവൻ സമൂഹവും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഗോവൻ സ്വാമി ചർച്ച സമാധിയായോ അല്ലയോ, അമ്പലത്തിൽ കയറേണ്ടത് ഉടുപ്പിട്ടാണോ ഉടുപ്പിടാതെയാണോ, നമ്മുടെ മുഖ്യ ചർച്ചാ വിഷയമാണ്. ഇങ്ങനെയൊക്കെ അധപ്പതിച്ചത് എന്തുകൊണ്ടാണ്? മുഖ്യമായ ഇത്തരം വിഷയങ്ങൾ നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു സംസ്കാരമുള്ള മനുഷ്യ സമൂഹം എന്നുള്ള നിലയിൽ, വിദ്യാസമ്പന്നരായ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മളുടെ സമൂഹം ഇങ്ങനെ ആയി പോകുന്നതും പുതിയ തലമുറയിൽപ്പെട്ടവരിങ്ങനെ അവരല്ല കുറ്റവാളികൾ. പുതിയ ചെറുപ്പക്കാരെല്ലാം വഴിപിഴയാണെന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അവരല്ല അതിന് ഉത്തരവാദികൾ, അവരല്ല കുറ്റവാളികൾ. അവരെ അങ്ങനെ ആക്കി തീർത്തത് ആരാണ്? അതും ചർച്ച ചെയ്യേണ്ടതല്ലേ. അവരെ അങ്ങനെ ആക്കി തീർത്തതോ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാൻ അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് തന്നെ പറയാം, കേരളത്തെ ഇത്രമാത്രം സാംസ്കാരികമായി അധപ്പതിപ്പിച്ചത്, ആരോടും സ്നേഹമില്ലാതെ, ആരോടും വിധേയത്വമില്ലാതെ, ഒന്നിനോടും വിധേയത്വമില്ലാതെ, ആരെയും ബഹുമാനിക്കാതെ, ഒന്നിനെയും ആദരിക്കാതെ, ഒരു അഹങ്കാരികളുടെയും തന്നിഷ്ടക്കാരുടെയും ഒരു ലഹരിക്ക് കീഴ്പ്പെട്ട അലസരായ അല്ലെങ്കിൽ അരാജകവാദികളായ ആൾക്കാരാക്കി നമ്മുടെ കുട്ടികളെ മാറ്റിയത്, അധപ്പതിപ്പിച്ചത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കമ്മ്യൂണിസമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സ്വാധീനം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ശരി, ഒരു പറ്റം മാധ്യമങ്ങളും ഓരോ ചാനലിലും ഒക്കെ, ഇന്നലെ മറ്റോ ആണെന്ന് തോന്നുന്നു 24 ഏതൊരു ചാനലിലൊരു പെൺകുട്ടി എന്തെല്ലാം വൃത്തികെട്ട തരത്തിലാണ് ഒരു ഈ സമാധി പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്. അതാണോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം? സമൂഹത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നത്തെ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിന് പരിഹാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും സമൂഹത്തെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യേണ്ടതാണ് മാധ്യമങ്ങൾ. അതിനാണ് മാധ്യമപ്രവർത്തനം നടത്തേണ്ടത്. അവര് സമൂഹ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ഇഷ്യൂസിനെ കൊണ്ടുവരിക ചെയ്യേണ്ടത്. ഒരു ഒറ്റപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു സംഭവത്തെ കൊണ്ട് ഈ സാമൂഹിക പ്രശ്നം എന്തുകൊണ്ടാണ് ഈ 56 പേര് ചേർന്ന് 10-15 വയസ്സുള്ള ഒരു കുട്ടിയെ ഇത്ര ക്രൂരമായി ഇത്ര നാൾ കൊണ്ട് പീഡിപ്പിച്ചത്? കേരളത്തിൽ ദിവസങ്ങളോളം ചർച്ച ചെയ്ത് ഒരു സാമൂഹിക പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ചർച്ച ചെയ്ത് അതിനെന്താ പരിഹാരം, ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചർച്ച ചെയ്യേണ്ടതല്ലേ. നമ്മുടെ സ്കൂൾ കുട്ടികളടക്കം ലഹരിക്കടിമയാവുന്നത് എന്തുകൊണ്ടാണ്? ലഹരിക്ക് അടിമയാവുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അത് എന്തുകൊണ്ട് അവരങ്ങനെ ആവുന്നു എന്ന് ചർച്ച ചെയ്യേണ്ടതല്ലേ. ഈ 10, 15, 16, 17 വയസ്സുള്ള കുട്ടികൾ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അറപ്പില്ലാത്തവരായി മാറിയത് എങ്ങനെയാണ്? അവരെ അങ്ങനെ മാറ്റി തീർത്ത സാഹചര്യം എന്താണ്? ആ സാഹചര്യം സൃഷ്ടിച്ചതാരാണ്? ചർച്ച ചെയ്യണ്ടേ? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിവാഹമോചനം പോരാ, വിവാഹം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തരം അരാജക ജീവിതം നയിക്കുന്ന യുവതലമുറയെ സൃഷ്ടിച്ചത് ആരാണ്? എന്തിനാണ് അവരെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ലക്ഷ്യം എന്താണ്? അത് ചർച്ച ചെയ്യണ്ടേ? ഇത്തരം എന്തെല്ലാം സാമൂഹിക പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വൃദ്ധജനങ്ങൾ മുഴുവൻ തെരുവിൽ തള്ളപ്പെടുന്നു, കുടുംബം മുഴുവൻ അനാഥമാകുന്നു, ഭാര്യാഭർത്താക്കന്മാർ വേർപിരിയുന്നു, അച്ഛനും അമ്മയും മക്കളും എന്നുള്ളൊരു കുടുംബസങ്കല്പം നശിപ്പിച്ചു കളയുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതൊരു സാമൂഹിക പ്രശ്നമായി തോന്നുകയും ആ സാമൂഹിക പ്രശ്നത്തെ അതിൻ്റെതായ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് ഇത് എന്തുകൊണ്ടുണ്ടായി എന്ന് ആദ്യവും, ആര് സൃഷ്ടിച്ചു എന്നുള്ളത് രണ്ടാമതും, ഇതിന് പരിഹാരം എന്താണ് എന്നുള്ളതുമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും സംഘടനാ പ്രവർത്തകരും മാധ്യമങ്ങളൊക്കെ പ്രത്യേകിച്ചും ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം ആരുടെയെങ്കിലും ഒരു മതപര അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിൽ മരിച്ച ഒരാളിനെ പൊക്കിക്കൊണ്ട് നടന്നിട്ട് അതിന് ലോകത്തിലെ വലിയ അസ്വാഭാവിക സംഭവം നടന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ മാധ്യമങ്ങൾ ആഘോഷിക്കണമെങ്കിൽ എത്രമാത്രം മാനസികമായി തരം താണവരാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും ഈ സാഹചര്യമൊക്കെ സൃഷ്ടിച്ച, ഈ കുട്ടികളെ വഴിപിഴപ്പിച്ച സാഹചര്യം സൃഷ്ടിച്ച, ഈ യുവാക്കളെ ഇത്തരം അഹങ്കാരികളോ അക്രമികളോ ആക്കി മാറ്റാനുള്ള സാഹചര്യത്തിലേക്ക് അവരെ എത്തിച്ചത് കമ്മ്യൂണിസമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. ഈ സാഹചര്യത്തിലേക്ക്, ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ച കമ്മ്യൂണിസത്തെക്കുറിച്ചും ഈ സാഹചര്യത്തിൽ നിന്നും നമ്മുടെ മുഴുവൻ സമൂഹത്തെ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ സമൂഹത്തിനെയും വളർന്നു വരുന്ന തലമുറയെയും രക്ഷിച്ചെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്ത് എന്ന് ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ഒരു വിലകെട്ട മാധ്യമ വ്യഭിചാരം നടത്തുന്ന തരത്തിലേക്ക് ഒരു പറ്റം മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒരു പറ്റം രാഷ്ട്രീയക്കാരും പാർട്ടികളും ചില പാർട്ടികളും ഒക്കെ
ഇങ്ങനെ അധപ്പതിക്കുന്നത് സാക്ഷര കേരളത്തിനെന്നല്ല, ഒരു കേരളത്തിനും ഒരു തരത്തിലുള്ള സമൂഹത്തിനും ചേർന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ കാര്യം ചർച്ച ചെയ്യേണ്ട യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യാനും അതിലൂടെ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാനും പുതിയ തലമുറകളെ സാമൂഹിക ബോധമുള്ളവരും സംസ്കാരമുള്ളവരും ആക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.